അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ആലൂപൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂരിയിലേക്കുള്ള മാവിലേക്ക് 300 ഗ്രാം ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ഈ ആട്ടപ്പൊടിയിലേക്ക് നമ്മൾ ആലൂപൂരിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോ നല്ലപോലെ വേവിച്ചിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ച് കിട്ടുന്ന പാകത്തിൽ വേവിച്ചിട്ട് കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. മാവ് കുഴക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആട്ടപ്പൊടിയിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂൺ അയമോദകം, അജ്വൈൻസീഡില്ലേ, ഇത് ഗ്യാസിനൊക്കെ നല്ലതാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച്, ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ പൊട്ടാറ്റോ ഓൾറെഡി നനവുള്ളതല്ലേ. ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 കപ്പിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പും കുറച്ചും കൂടെ ഒഴിച്ചപ്പോൾ നല്ല പാകത്തിൽ കിട്ടി കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് കുഴക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. ഇതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത കാരണം നല്ല സോഫ്റ്റായിട്ട് ഉള്ള മാവാണ് കേട്ടോ. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ മാവിനെ. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഈ മാവ് നമുക്ക് പൂരി പരത്താൻ വേണ്ടിയിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അത്യാവശ്യം വലിയ ഉണ്ട തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് പൂരി നന്നായിട്ട് പൊങ്ങിയും വരുള്ളൂ, പിന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ബോൾസൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ഒന്നും കൂടി എണ്ണാക്കിയിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ നമുക്ക് പരത്തുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും. ഞാനിവിടെ പ്രസ്സിലാണ് കേട്ടോ പരത്തുന്നത്. ചപ്പാത്തി പലക്കുമ്പോൾ പരത്തിയാലും മതി, പ്രസ്സിലാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിഞ്ഞ് കിട്ടും. പ്രസ്സിൽ പരത്തുമ്പോൾ ഒരു കവറും കൂടി വെച്ചെടുത്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് എളുപ്പത്തിൽ പണി കഴിഞ്ഞ് കിട്ടും. പിന്നെ എപ്പോഴും പ്രസ്സിലൊക്കെ പരത്തുമ്പോൾ അടിയിലൊരു തുണി വിരിച്ചെടുത്താൽ പ്രസ് ഇങ്ങനെ നീങ്ങി കളിക്കില്ല, അവിടെ ടൈറ്റായിട്ട് നിന്നോളും. തുണി വിരിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് പരത്തിയെടുക്കാം. ഓയിലാണ് പൂരി പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചട്ടകം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണാക്കി കൊടുത്താൽ ഇതാ കണ്ടില്ലേ, വേഗത്തിൽ എണ്ണ അവിടേക്ക് ചെല്ലും തോറും വേഗത്തിൽ പൊങ്ങി കിട്ടിക്കോളും. ശരിക്കും പൂരിയൊക്കെ പൊരിക്കും പോലെ തന്നെയാണ്. ഒരു സൈഡ് നല്ലപോലെ പൊങ്ങി വന്നാൽ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ പൂരി റെഡിയായി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ പൂരി ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ നമ്മൾ സാധാ പൂരി പോലെയല്ല കേട്ടോ, അത് വേഗം ഇങ്ങനെ തണുത്ത് പോകും. നല്ല ചൂടോടെ തന്നെ കഴിക്കണം. ആ ക്രിസ്പിനെസ് ഉണ്ടല്ലോ, പൊങ്ങി കിടക്കുന്നതുണ്ടല്ലോ, കുറേ നേരം നിൽക്കില്ലേ. നമ്മൾ സാധാ പൂരി പൊരിക്കുമ്പോൾ പൊരിച്ച് കുറേ നേരമൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി കിടക്കൂലേ. ഇത് വേഗത്തിൽ ഇങ്ങനെ താഴ്ന്നു പോകും കേട്ടോ. വേഗത്തിൽ ചൂടോടെ തന്നെ കഴിക്കണം. ശരിക്കും ചൂടോടെ കഴിക്കുമ്പോൾ ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ മുളക് പൊടിയും പിന്നെ ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ തന്നെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾ കഴിക്കുക ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയിട്ടാണ്. ഞാൻ കഴിക്കൽ തൈര് കൂട്ടിയിട്ടാണ്. ആലു പൊറോട്ടൊക്കെ തൈര് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. അതേപോലെ തന്നെ ഈ ആലൂപൂരിയും തൈര് കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. പിന്നെ പൊട്ടാറ്റോ കഴിച്ചിട്ടൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ചിലവർക്ക് ഗോതമ്പ് കഴിച്ചിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അവർക്കൊക്കെ അയമോദകവും അതുപോലെ നമ്മുടെ ചെറിയ ജീരകമൊക്കെ ചേർത്ത കാരണം ഹെൽത്തിയാണ് ഒന്നും കൂടി. ചെറിയ ജീരകവും ഗ്യാസിന് നല്ലതാണ്, അയമോദകം ആയാലും ഗ്യാസിനും നീരിനൊക്കെ നല്ലതാണ്. ഇതാ കണ്ടില്ലേ, പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.